ചങ്കുകളെ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് വെച്ചാൽ രാവിലെ തന്നെ എണീറ്റ് വരുമ്പോഴത്തേക്ക് 2 ചക്ക വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. മുറ്റത്ത് പ്ലാവിൻ്റെ മേലെ ഉണ്ടായിരുന്നു കുറേ ചക്ക. അതിൽ 2 എണ്ണം ഒരു അമ്മയും കുഞ്ഞും വന്നിട്ടൊന്നും പാവം ഒന്നും പറയാനില്ല. ഞാൻ അതിനെ പൊക്കി എടുത്തുകൊണ്ടുവന്ന് ഇങ്ങനെ തറിച്ച് മുറിച്ച് ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് എന്തായാലും എന്തെങ്കിലും കൂട്ടാൻ ഉണ്ടാക്കണമല്ലോ. അമ്മ അരിയിടുന്ന തിരക്കിലാണ് കേട്ടോ. അതേ സമയം കൊണ്ട് ഞാൻ ചക്കയൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഇഡ്ഡലി തട്ടിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കും കേട്ടോ. ഇടിച്ചക്കയാണ്, കാരണം എന്ന് വെച്ചാൽ അത്ര മൂപ്പൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആവിയിൽ വെച്ചിട്ട് വേവിച്ചിട്ടാകുമ്പോൾ നമുക്ക് മുറിക്കാൻ വേണ്ടി നന്നായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ അരിഞ്ഞിടണം ഇനി ചെറുതായിട്ട്. അങ്ങനെ ഞാൻ 2 കറിവേപ്പിലകൾ പറിക്കട്ടെ ഗൈസ്. കറിവേപ്പിലകൾ പരിപ്പും കർമൂസാണ് ഇന്ന് കറി കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കർമൂസ് പറിക്കണം, ആ പ്ലാനിങ്ങിലൊന്നുള്ളത്. ഓക്കെ, പറിച്ചിട്ട് വരാം. ഓക്കെ, ചോറൊരു സൈഡിൽ നിന്ന് നന്നായിട്ട് വേവുന്നുണ്ടേ. ചോറ് തിളച്ച് വേവട്ടെ. കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. മുള, ഒരു മുറി മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ വെളുത്തുള്ളി എടുത്തിട്ട് ഞാൻ ഇതിനകത്ത് ഇട്ടേ. നമ്മൾ അരിഞ്ഞ ഉള്ളി എടുത്ത് ഇട്ട് ഇനി അതിനെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇടിച്ചക്ക വരവ് ഇടിച്ചക്ക നമ്മൾ ചക്ക മുറിച്ച് വെച്ചത് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കേ, ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കാം. ചട്ടി ഓടുന്നുണ്ട് കേട്ടോ. പൊളിച്ചിട്ട് ഈ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ, അല്ലാതെ നടക്കില്ല. നോക്കാം കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ചെറിയ തീയിൽ വേവട്ടെ. നമുക്ക് മൂടി വെക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കിയിട്ട് എന്താ അവസ്ഥ, നന്നായിട്ട് ഇളക്കി കൊടുക്കണത് കേട്ടോ. ഇടിച്ചക്ക എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം. ചോറിന് വേറെ ഒന്നും വേണ്ട. ഇടിച്ചക്ക വറവ് ഇത് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമുക്ക് വറവുണ്ടാക്കാം കേട്ടോ. ഇന്ന് ഞാൻ മിക്സിയിലിട്ട് അടിച്ചില്ല. മിക്സിയിലിട്ടടിച്ചാൽ ഭയങ്കര പരിപാടി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ ഉണ്ട് കേട്ടോ. ആ തേങ്ങ എടുത്തിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ ലാസ്റ്റാണ് കേട്ടോ തേങ്ങ ഇട്ടത്. അതെല്ലാവരും ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഞാനിന്നിങ്ങനെ ചെയ്തതാണ്. ഓക്കെ, ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം, മിക്സാക്കി കൊടുക്കണം ഇത്. ഇനി കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചിട്ട് വേവിക്കണം. അങ്ങനെ എൻ്റെ ഇടിച്ചക്ക വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നല്ല അടിപൊളി മീൻകറി, ഇടിച്ചക്ക വറവും ചോറും കൂട്ടിയിട്ട് ഒരു പിടിക്കണം ഗൈസ്. ഓക്കെ, ആണ് എൻ്റെ സ്പെഷ്യൽ ഇടിച്ചക്ക വറവ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണും വരേക്കും എല്ലാ എൻ്റെ മുത്തുമണികൾക്കും ടാറ്റാ, ബൈ ബൈ, സി യു.